ഇപ്പൊ രാവിലെ 8 മണിയാകുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല വെയിലും ചൂടൊക്കെ ആയിട്ട് വരുന്നത്. എണീറ്റ പാട് എന്തെങ്കിലും ചായ കുടിക്കാൻ വിചാരിച്ച് ബക്കാലേ പോവാണ്. ബക്കാലേ പോണത് ചായ കുടിക്കാനല്ല, ചായ കുടിക്കുമ്പോൾ അതിന് കൂടെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ചോറിന്റെ കൂടെ എന്തെങ്കിലും കറി ഉണ്ടാക്കും വേണ്ടേ, അതും വാങ്ങണം. ഇന്ന് നമ്മൾ ചോറിന്റെ കൂടെ പരിപ്പ് കറി ആക്കാന്ന് വിചാരിച്ചു. ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു വൈക്ക് പോവാണ്. വേറെ ഒടുക്കുമല്ല, എയർപോർട്ടിൽ കാണും. നമ്മൾ ജിദ്ദ ടവറായിട്ട് വേൾഡിലെ ഏറ്റവും വലിയ ടാളസ്റ്റ് ബിൽഡിംഗ് ആയി മാറാനുള്ള സംഭവമാണ് ഈ കാണുന്ന നമ്മളെ ഹജ്ജ് ടെർമിനൽ. ഹജ്ജിന് വരുന്ന ടീം മൊത്തം അവിടെ വന്ന് ഇറങ്ങാന്നാണ് തോന്നുന്നത്. എയർപോർട്ടിലേക്ക് വന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ നിസ്ഫല് ലീവ് കഴിഞ്ഞ് വരികയാണ്. പോകുന്ന വൈകിട്ട് വിമാനങ്ങളൊക്കെ ഞാൻ നിരത്തി പാർക്ക് ചെയ്തേക്കുക. നോക്കുന്നോട്ട് മുഴുവൻ വിമാനം തന്നെ. നിസ്ഫല് 12:30 ഇറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളെ എയർ ഇന്ത്യക്ക് എന്താ പറ്റിയെന്നറിയില്ല, 5 മിനിറ്റ് നേരത്തെ ഇറങ്ങി. ഹജ്ജിന്റെ സമയം അതുകൊണ്ട് തന്നെ വിമാനം ഇറങ്ങുന്നു പൊങ്ങുന്നു ഇറങ്ങുന്നു പൊങ്ങുന്നു, ഇതന്നെയുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ. എയർപോർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോ ഓർമ്മകൾ ഇങ്ങനെ വരും. നമ്മൾ വന്നിറങ്ങിയത് ഇതേ എയർപോർട്ടിലിരുന്നേ. നിസ്ഫലിന്റെ ഫ്ലൈറ്റ് ഇറങ്ങിയ ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയാൽ തുടങ്ങിയാണ്. ഓനെ കാണാനില്ല. കാത്തിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഫ്ലൈറ്റ് ഓടിച്ച പൈലറ്റുമാരെ കൂടാണ്ട് അങ്ങനെ വരുന്നേ. കുറെ നേരമായി ഓന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു, പക്ഷെ ഓൻ സിമ്മ് ഫോണിൽ ഇട്ടിട്ടുണ്ടായിട്ടില്ല. ഏതായാലും പോയതിലും വേഗത്തിൽ ഓൻ തിരിച്ചു ഇവിടെ എത്തിക്കണം. പെണ്ണ് നോക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പോയതാണ്. ഇപ്പൊ പെണ്ണും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെന്താ നാട്ടിൽ പോയപ്പോ കുറച്ച് തടിച്ച് തോന്നുന്നുണ്ട്. ഓൻ നാട്ടിൽ പോയിട്ട് 1 മാസം ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ ഓനെ കണ്ടിട്ട് ഇപ്പോൾ ഒരു 3 മാസത്തിലേറെയിരുന്നു. കാരണം ഓൻ ഇവിടെ ജിദ്ദയിലും നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് പണി. ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങലും പൊങ്ങലും ആയിട്ട് ഒരു കുറവില്ല കേട്ടോ. നിസ്ഫലിന്റെ പരക്കാരോട് നമുക്ക് ചോദിക്കാനൊന്നുള്ളൂ, എന്തുകൊണ്ട് ബീഫ് കൊടുത്തയച്ചില്ല. ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ നീന്നത്. ഓന്റെ പെട്ടാണ്ട് വിളിച്ചു നോക്കുമ്പോൾ ഈ ചങ്ങായി നാട്ടിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടില്ല. ഓന്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാക്കറ്റ് ശർക്കര ഉപ്പേരിയിട്ട് വന്നിക്കണം. എന്തായാലും കിട്ടിയത് അൽഹംദുലില്ലാ അറിയാം. വൈകുന്നേരം ആയപ്പോ ചായന്റെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു ഇവൻ കൊടുന്ന കടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് രാത്രി ഒരു വിളി വരുന്നത്. നമുക്കിന്ന് രാത്രി ഒരു വൈക്ക് പോകാനുണ്ട്. വേറെ എവിടേക്കുമല്ല, ഉംലിജിലേക്കാണ്. നിസ്ഫലിന്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അനസ് ഓഫീസിൽ നിന്ന് വന്ന് ഓലെ ബെഡായി വിടലാണ്. പിന്നെ നിസ്ഫല് വന്ന് ഉറങ്ങി എണീറ്റ പാട് ഓന്റെ ഡ്യൂട്ടി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് വന്നിട്ട് 24 മണിക്കൂറായിട്ടില്ല, അപ്പോഴത്തേനും ഓന് ഡ്യൂട്ടിക്ക് ഇറങ്ങി. അതാണ് നമ്മളെ നിസ്ഫലിന്റെ ആത്മാർത്ഥത. മാത്രമല്ല വണ്ടിയും ഓന ഓടിക്കുന്നത്. നമുക്ക് ഉംലിജ് പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. എന്തായാലും ഈ പോക്ക് അങ്ങനെ പോയോട്ടെ ഇൻഷാ അല്ലാഹ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരണ്ടേ. നിങ്ങൾ ഇങ്ങനെ വീഡിയോ കണ്ടു പോവാതെ ലൈക്ക് ഒന്ന് അടിക്കിട്ടോ.